അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വബിഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദിശ് ശുഹദാഇ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടനേകം നാടകീയ രംഗങ്ങൾ അരങ്ങേറിയ യുദ്ധമാണ് ഗസ്വത്തുൽ ഉഹുദ് അഥവാ ഉഹുദ് യുദ്ധം. ആ ഉഹുദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തെ നിഷ്പ്രഭമാക്കി മുന്നേറിയ മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവിടുത്തെ ധീരരക്തസാക്ഷിത്വം മലബാറിൻ്റെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിൻ്റെ ഉഹുദ് പടപ്പാട്ടിലൂടെ നമ്മോട് വിവരിച്ചു തരുന്നു. അടലിലതിപ്പോൾ ഏറിയ ശിദ്ധം ഉടയരിശപ്പോൾ ചെയ്തരി ഹംസ അവർ കുലതിട്ടേ അതിമതമുറ്റിയ മതശുദ്ധോര ഖുറൈശികളിൽ അകൃത ജിഹത്തർകൾ ഒരു പദമുറ്റയും 20 പേരാ. അടലിലതിപ്പോൾ ഏറിയ ശിദ്ധം ഉടയരിശപ്പോൾ ചെയ്തരി ഹംസ അവർ കുലതിട്ടേ അതിമതമുറ്റിയ മഹശുജോര ഖുറൈശികളിൽ അകൃത ജിഹത്തർകൾ ഒരു പദമുറ്റയും 20 പേരാ. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യവും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ശത്രുപക്ഷവും തമ്മിൽ കഠോരമായ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കത്തി, ചെമ്പകം, ചക്രം, കുത്തുളി, തണ്ട്, കാമാൻ, പടവാൾ തുടങ്ങിയ മാരക ആയുധങ്ങളൊക്കെ ഇരുവശവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൂടെ മുന്നേറ്റത്തിലൂടെ മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അതാ ശത്രുപക്ഷത്തോട് കഠോരമായ യുദ്ധം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൂടെ മുന്നേറ്റത്തിലൂടെ ശത്രുപക്ഷത്ത് നിന്ന് ശത്രുചേരിയിൽ നിന്നുള്ള 31 അധികാരിന്മാരെ പരാജയപ്പെടുത്തിയതിൻ്റെ കയ്പുനീർ കുടിച്ചും കൊടുകൊടുമയിൽ കുടിപ്പിച്ചും ചോരക്കളി കളിച്ചും ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു രണാങ്കണം അടക്കി വാഴുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അതാ കടുമയിലപ്പോൾ കാളര സോഫിൻ ഇടവെളി പെട്ടാൽ ചൂരിത മുറ്റേ കലകമതെത്തൊയിൽ കിതകിതമെത്തൊൽ ഇസുമുസിബാ ഇവനുര സഹബിൽ ഹർബനിനക്കിണ ഇവിടമിൽ നീക്കുവകളിലാരാ. കടുമയിലപ്പോൾ കാളര സോഫിൻ ഇടവെളി പെട്ടാൽ ചൂരിത മുറ്റേ കലകമതെത്തൊയിൽ കിതകിതമെത്തൊൽ ഇസുമുസിബാ അവനുര സഹബിൽ ഹർബനിനക്കിണ ഇവിടമിൽ നീക്കുവകളിലാരാ. പെട്ടെന്നതാ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഒരു സിപ്പായി എന്നൊരു ചെറുപ്പക്കാരൻ വെളിപ്പെടുകയാണ്. സിബാ ഉഹുദിന്റെ രണാങ്കണത്തിൽ വെളിപ്പെട്ടിട്ട് ശത്രുപക്ഷത്തോടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സ്വഹാബത്തിനോടും അതിക്രൂരമായി ആക്രോശിക്കുന്ന ഒരു രംഗം എത്ര മനോഹരമായിട്ടാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവതരിപ്പിക്കുന്നതെന്ന് കേട്ടു നോക്കാം. പുടവയിലൊക്കെ പെർശുഹുദുറ്റേ കടുവയിൻ അബ്ദുൽ ഉസൈൽ കുതിരവന നെയ്ത്തൊഴിൽ അറിവതിൽ ശേഷികൾ ഒരു റജുലുണ്ടോ ബരുവീരക്ഷണമിൽ പുലിഫതി ഹംസ ഉടമളിപ്പെട്ട പൊളിതില പിണ്ട. പുടവയിലൊക്കെ പെർശുഹുദുറ്റേ കടുവയിൻ അബ്ദുൽ ഉസൈൽ കുതിരവന നെയ്ത്തൊഴിൽ അറിവതിൽ ശേഷികൾ ഒരു റജുലുണ്ടോ ബരുവീരക്ഷണമിൽ പുലിഫതി ഹംസ ഉടൻ വെളിപ്പെട്ട പൊളിതില പിണ്ട. സുബാ പറയുന്നു, ഉഹുദ് യുദ്ധത്തിൽ ഈ രണാങ്കണത്തിൽ എന്നെ നേരിടാൻ മാത്രം ത്രാണിയുള്ള ശേഷിയുള്ള ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളത്? വമ്പുറ്റ ഹംസ റളിയല്ലാഹു അൻഹു ഇത് കേൾക്കേണ്ട താമസം ആഗരസിംഹം വമ്പുറ്റ ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണത്തിൽ ശിബാഇന്റെ നേരെ ചാടി വരികയാണ്. മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ആ തീക്ഷണമായ കണ്ണുകൾ കൊണ്ട് ഉരുട്ടിയൊന്ന് നോക്കിയപ്പോഴേക്കും സിബാഇന്റെ മുട്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. സിബാഉം ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹും അതിഭീകരമായ യുദ്ധം തന്നെ നടന്നു. അവസാനം സിബാഇനെ കൊലപ്പെടുത്തുകയാണ് മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. സിബാഇനെ കൊലപ്പെടുത്തിയിട്ട് നിലത്തിടുകയാണ്. നിലത്ത് വീണ് കിടക്കുന്ന സിബാഇന്റെ ഖാത്രത്തിൽ നിന്ന് മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പടച്ചട്ട ഊരിയെടുക്കാനായി തുനിഞ്ഞപ്പോൾ താരം നെണ്ടുറ്റൂറച്ചവൻ വീരുത്താനേ ജനറുകളെ പാകുത്താനേ വഹിഷിയും ആടുത്താനേ സമയത്തിൽ പുലിർ ഹംസ ഈടൈന്തോരാം പടകൊടു താളന്തോരാം കുനിവില നീലന്തോരാം താരം നെണ്ടുറ്റൂറച്ചവൻ
പാകുത്താനേ വഹിഷിയും ആടുത്താനേ സമയത്തിൽ പുലി ഹംസ ഇഴന്തോരാം പടകൊടുത്താളന്തോരാം കുനിവില നീളിന്തോരാം കമഴ്ന്നു കിടക്കുന്ന ശിബാഇന്റെ ഗാത്രത്തിൽ നിന്ന് മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ആ പടച്ചട്ട ഊരിയെടുക്കാനായി തുനിയുന്നത് യുദ്ധത്തിൽ മികച്ചവനും സുബൈറിന്റെ മകനുമായ വഹ്ശിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. തന്റെ യജമാനന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഇതിലും വലിയ അവസരമില്ല എന്ന് മനസ്സിലാക്കിയ വഹ്ശി തന്റെ മുൻപിലൂടെ ജനങ്ങളെയെല്ലാം വകഞ്ഞു മാറ്റിയിട്ട് മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൂടെ ചെല്ലാൻ ധൈര്യമില്ലാത്ത വഹ്ശി മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലൂടെ ചെന്നിട്ട് സുബ്ഹാനല്ലാഹ് പരിശിൽ കണ്ടവൻ പിമ്പില്ലാളൈന്താനേ വിരുമികളേറിന്താനേ അവരുടെ പൂരം താനേ പടബേങ്കൻ കയ്യിൽ മയിൽ പാലിന്താനേ അജൽ വിധി പേടുന്താനേ ഭൂമിയിലെ വീളുന്താനേ പരിശിൽ കണ്ടവൻ പിമ്പില്ലാണുന്താനേ വിരുമികളേറിന്താനേ അവരുടെ പൂരം താനേ പടവേങ്കൻ കയ്യിൽ മയിൽ പാലിന്താനേ അജൽ വിധി പേടുന്താനേ ഭൂമിയിലെ വീളുന്താനേ. സുഹൃത്തുക്കളെ, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തെത്തിയ വഹ്ശി തന്റെ അരികത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ചാട്ടുളി പുറപ്പെടുവിപ്പിക്കുകയാണ്. മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ലക്ഷ്യം വെച്ച ആയുധം ഉന്നം തെറ്റിയില്ല. മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ മുതുകത്ത് തന്നെ തറയ്ക്കുകയാണ്. മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അടർക്കളത്തിലെ സിംഹഗർജനമായി ഉഹുദ് രണാങ്കണത്തെ കോരിത്തരിപ്പിച്ച ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു രക്തം കൊണ്ട് ചഞ്ചായമണിഞ്ഞ് ഉഹുദിന്റെ രണാങ്കണത്തിൽ വീണു കിടക്കുകയാണ്. പടനിലം നിലച്ചു. പ്രതികൂല സാഹചര്യം അന്ത്യം അടുത്തു. സബബാലും കലാലൗഹിൽ കുത്തിബായേ കുറിയുടെ വക്തായേ അതിലവർ ഷഹീദായേ അരുളുന്നെങ്കിലാവർ ഇറയോനെ സിദിലഹു ശറഫാനെ ഫളിലുടെ ദരജാനെ അവരുടെ ശറഫാലും ഫളിലാലെ ഫഹ്ഫദ് ഉബൈദാനെ എനുമിരു തലം താനേ. അടർക്കളത്തിൽ സിംഹഗർജനം. അസദുല്ലില സുയ്ഫും മിൻ സുയൂഫില്ല. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ ലോകത്തോട് രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. ആരുടെ മുൻപിലും ജയിച്ച് രാജ്യം പിടിച്ചടക്കാനായിരുന്നില്ല. ആരുടെ സ്വത്തും പിടിച്ചടക്കാനായിരുന്നില്ല. ആരെയും കൊന്നുതള്ളാനുമായിരുന്നില്ല. അന്ന് ഹബീബായ തങ്ങളും സ്വഹാബത്തും യുദ്ധം ചെയ്തത് അള്ളാഹുവിന് വേണ്ടി സ്വസ്ഥമായ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഇടത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അള്ളാഹു മഹാനവറുകളുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.